ജ്ഞാനേശ്വരിയായി മാറുന്നു. പിന്നീട് നിങ്ങൾ രാജരാജേശ്വരിയായി മാറും. ആരാണ് ആക്കി മാറ്റുന്നത്? ഈശ്വരൻ. എങ്ങനെ? രാജയോഗത്തിലൂടെയും ജ്ഞാനത്തിലൂടെയും. രാജ്യപദവിക്ക് വേണ്ടി ബാബയെ ഓർമ്മിക്കണം. ബാബ നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു എന്ന കാര്യം സഹജമല്ലേ? സ്വർഗം സ്ഥാപിക്കുന്നത് ഈശ്വരനാകുന്ന പിതാവാണ്. സ്വർഗത്തിൽ പോയി സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യില്ല. ദേവീ ദേവതകൾക്ക് സംഗമയുഗത്തിലാണ് പദവി ലഭിക്കുന്നത്. അതുകൊണ്ടാണ് സംഗമയുഗത്തെ അതിമനോഹരമായ മംഗളകാരിയായ സംഗമയുഗമെന്ന് പറയുന്നത്. ബാബ സ്വർഗത്തിന്റെ അധികാരിയായി മാറുന്ന കുട്ടികളുടെ മംഗളം എത്രയാണ് ചെയ്യുന്നത്? പരമപിത പരമാത്മാവ് പുതിയ ലോകം രചിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കുന്നത് ആരാണെന്ന് അറിയില്ല. രാമരാജ്യമെന്ന് എന്തിനെയാണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാം. മനുഷ്യർ രാമരാജ്യത്തിന് ലക്ഷക്കണക്കിന് വർഷങ്ങളാണെന്ന് കാണിച്ചിരിക്കുന്നു. കലിയുഗത്തിന് 40,000 വർഷങ്ങളുണ്ടെന്ന് പറയുന്നു. ബാബ പറയുന്നു, ഞാൻ സംഗമയുഗത്തിൽ വന്ന് ബ്രഹ്മാവിലൂടെ വിഷ്ണുപുരി സ്ഥാപിക്കുന്നു. ഇതാണ് സത്യനാരായണന്റെ കഥ. മനുഷ്യർ വായിക്കുന്ന ശാസ്ത്രങ്ങളുടെ കഥയിൽ നിന്നൊന്നും ചക്രവർത്തി പദവി ലഭിക്കില്ല. മനുഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വൃക്ഷം തീർച്ചയായും പഴയതാവുക തന്നെ ചെയ്യും. വൃദ്ധി പ്രാപിച്ച് പഴയതാവുകയും ചെയ്യും. സത്യയുഗത്തിൽ നിങ്ങൾ ലക്ഷ്മി നാരായണന്മാർ സർവഗുണ സമ്പന്നരായി മാറുന്നു. പിന്നീട് കലകൾ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. സ്ഥാപനയുണ്ടാകുമ്പോഴാണ് പുതിയ വൃക്ഷമെന്ന് പറയുന്നത്. പുതിയ കെട്ടിടമുണ്ടാക്കിയാൽ പുതിയതെന്നാണ് പറയുക. നിങ്ങളും സത്യയുഗത്തിൽ വരുമ്പോൾ പുതിയ രാജധാനി ആയിരിക്കും. പിന്നീട് കലകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവിടെയാണ് സ്ഥാപന ഉണ്ടാകുന്നത്. ഈ അത്ഭുതകരമായ കാര്യങ്ങൾ ആരുടെയും ബുദ്ധിയിൽ ഇല്ല. അതിനാൽ ബാബ മനസ്സിലാക്കി തന്നു, എല്ലാ ആത്മാക്കൾക്കും പുരുഷോത്തമരായി മാറാനുള്ള യുഗമാണ് സംഗമയുഗം. ജീവൻ മുക്തിയെയാണ് പുരുഷോത്തമം എന്ന് പറയുന്നത്. ജീവൻ ബന്ധനത്തെ പുരുഷോത്തമം എന്ന് പറയാൻ സാധിക്കില്ല. ഈ സമയം എല്ലാവരും ജീവൻ ബന്ധനത്തിലാണ്. ബാബ വന്നാണ് എല്ലാവരെയും ജീവൻ മുക്തമാക്കുന്നത്. പകുതി കൽപ്പത്തിലേക്ക് നിങ്ങൾ ജീവൻ മുക്തരായിരിക്കും. പിന്നീട് ജീവൻ ബന്ധനത്തിലായിരിക്കും. ഇത് നിങ്ങളാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ വ്രത നിയമം എന്താണ്? ബാബ വന്നാണ് വ്രതം പറഞ്ഞു തരുന്നത്. അല്ലാതെ കഴിക്കുന്നതിൻ്റെ കുടിക്കുന്നതിൻ്റെ കാര്യമല്ല. എല്ലാം ചെയ്തുകൊണ്ടും ഒരു ബാബയുടെ ഓർമ്മയിലിരുന്ന് പവിത്രമായി മാറൂ. പുരുഷോത്തമ മാസത്തിൽ ഒരുപാട് പേർ പവിത്രമായി കഴിയാറുണ്ട്. വാസ്തവത്തിൽ ഈ പുരുഷോത്തമ യുഗത്തിന് അംഗീകാരമുണ്ട്. അതിനാൽ നിങ്ങൾക്ക് എത്ര സന്തോഷവും ലഹരിയും ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരു പാപകർമ്മവും ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങൾ പുരുഷോത്തമരായി മാറുകയാണ്. ശരി.